ഒരാൾക്ക് മരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാപുരത്ത് നിന്ന് മരിച്ചാൽ പോരെ, ഇവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓൻ്റെ റൂമിൽ നിന്നാണ് ചെയ്തത്. സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 8 മണി ആ ടൈമിലാണ് ഞങ്ങൾ അറിയുന്നത്. നമ്മളെ നാട്ടിലുള്ള ഒരാൾ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ സംഗതി അറിയുന്നത്, ഇങ്ങനെ ഹോസ്പിറ്റലാണ് സൂയിസൈഡിന് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ എത്തിയതിൻ്റെ ശേഷം എന്താ പറയുക, ആദ്യം പറഞ്ഞത് ഐസിയുലാന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തിയതിൻ്റെ ശേഷം കൈനിക്കെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഒരു ബഷീർ എന്ന് പറയുന്ന ആളാണ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഓനാദ്യം പറഞ്ഞത് എന്താ പറയുക, വൈഫാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞ് എൻ്റെ ലവറാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി നേരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓള് സ്വയം എന്തായാലും ചെയ്യില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാപുരത്ത് നിന്ന് മരിച്ചാൽ പോരെ, ഇവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓൻ്റെ റൂമിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ ഞാനോളെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് ഒരുപാട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്, പിന്നെ ഫോട്ടോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തോ ആയുധം എന്തോ എടുത്തിട്ട് അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ വേറെ രീതിയിലുള്ള റീസണാണ് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, അപ്പം വാപ്പമ്മ ഗൾഫിലുള്ളത്, പിന്നെ ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കാൻ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഓള് സ്വയം ഒക്കെ ചെയ്യാൻ തോന്നൂല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരിക്കുന്നതിൻ്റെ ഒരു 4 മണിക്കൂർ മുമ്പ് ലൈവിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു കുറച്ച് മുന്നേ എൻ്റെ വൈഫിന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ്. നോർമലായിട്ട് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്, ഒരു ഇതുമില്ല. അപ്പോൾ ഈ ബഷീർ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് അവൻ തന്നെയാണല്ലോ കൊണ്ടുവന്നത്. അപ്പോൾ അവനെ തന്നെയാണ് സംശയം. നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്, എന്താണ് ആരോപിക്കുന്നത്? എങ്ങനെ, അതായത് എന്ത് പിന്നെ ഇവനെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണം. ഇതിനെന്താ പറയുക, തക്കതായ നടപടിയും കാര്യങ്ങളും എന്താ പറയുക അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് നമ്മൾ പറയുന്നത്. എത്ര കാലമാണെന്നുള്ള എനിക്കറിയില്ല. ഞാനൊരു 2 കൊല്ലം മുമ്പ് ഇവരെ ഒരുമിച്ച് ബൈക്കുമ്പോൾ പോകുന്നത് കണ്ടിനു. അപ്പോൾ എന്താ പറയുക, നമ്മൾ സാധാരണ നോർമലുള്ള രീതിയിൽ ഒരു പണിയും കാര്യങ്ങളും സംസാരിച്ച് ഒഴിവാക്കി വിട്ടതാണ്. പിന്നെ അങ്ങോട്ടുള്ള എന്താണെന്നും നമുക്കറിയില്ല. പിന്നെ ഇന്നലാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങൾ അറിയുന്നത്.